നമസ്കാരം. 500 തികയാൻ ഇനി 50 കപ്പലുകൾ കൂടി മതി. സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു. കഴിഞ്ഞ ജൂലൈ 11 ആരംഭിച്ച ഒരു തേരോട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് ചില മങ്ങലുകൾ ഉണ്ടായെങ്കിലും അതിഗംഭീരമായി മുന്നേറുകയാണ്. 450 കപ്പലുകൾ ഇന്നലെ പിന്നിട്ടു. MSC മോണിക്ക 3 ഇനി ഈ മാസം ഇനിയും കിടപ്പുണ്ട്. ഓഗസ്റ്റ് പകുതിയായതുള്ളൂ, പകുതി കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയുമുള്ള 10 ദിവസത്തിനകം നമ്മുടെ 40-45 കിടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ മാസം ഈ 500 എന്നുള്ള റെക്കോർഡ് ഓണക്കാല സമ്മാനമായി കേരളീയർക്ക് TRV നൽകും. ആ സന്തോഷ വാർത്തക്കിടയ്ക്ക് ഇന്നലെ ചെന്നൈ ആണിനി നമ്മുടെ ശ്രദ്ധാകേന്ദ്രം, തമിഴ്നാടാണ് ശ്രദ്ധാകേന്ദ്രം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് കേരള മാരിടൈം ബോർഡ് എടുത്തു പിടിച്ച് ചെന്നൈയിലോട്ട് പോയി. അവിടെ കൊണ്ട് ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തു. എന്താണ്, ഞങ്ങൾക്ക് 17 നോട്ടിഫൈഡ് പോർട്സ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വന്ന് അവിടെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള മാരിടൈം ബോർഡ്, അറിയാമല്ലോ വെള്ളാന എന്ന് പറഞ്ഞാൽ വെള്ളാനയ്ക്ക് പോലും നാണക്കേടാണ്. വിത്ത് 17 നോട്ടിഫൈഡ് പോർട്സ് ഡോട്ടിംഗ് ദ കോസ്റ്റ് ലൈൻ, ദ കേരള മാരിടൈം ബോർഡ് ബോസ് ആൻ ഇംപ്രസീവ് പോർട്ട്ഫോളിയോ ഓഫ് അസെറ്റ്സ്. അടിയറ സിമ്പൽ. ആസ്തിയുടെ പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആസ്തിയുടെ പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ലോകം മുഴുവൻ ഈ കടൽ തീരം എന്ന് പറയുന്നത് എങ്ങനെ വെൻഡിങ് മണി എന്ന് പറയും, കാശുണ്ടാക്കേണ്ട കേന്ദ്രങ്ങളാണ് കടൽ തീരങ്ങൾ. നമ്മുടെ ഇവിടെ ചവറുകൊണ്ട് തള്ളാനും ഏറ്റവും വൃത്തികെട്ട നിലയിൽ ഓരോ സ്ഥാപനങ്ങൾ നടത്തിക്കാൻ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. വലിയതുറയില് ലക്ഷങ്ങളാണോ കോടികളാണോ മുടക്കി ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കി കേരള മാരിടൈം ബോർഡിന്റെ. ഇപ്പൊ അതിന് കൂരയും ഇല്ല, ചുവരും ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാവരും കുറ്റിയും പറിച്ച് അവിടെ നിന്ന് പോയി. ഇത് തന്നെയാണ് ഈ കേരള മാരിടൈം ബോർഡിന്റെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആസ്തികളുടെ അവസ്ഥ. അപൂർവം ചിലത് നേരിട്ട് കണ്ടിട്ടുണ്ട്. കേരള മാരിടൈം ബോർഡ് ഹാസ് ഫ്ലോട്ടഡ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ മെനി ഓഫ് ദോസ് പ്രോപ്പർട്ടീസ്. ഈ 14 എണ്ണത്തിൽ പലതിനും ഞങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് ഒന്നും നടത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് വേറെ ചില പരദൂഷണ പണികളുണ്ട്. അതുകൊണ്ട് നേരിട്ട് ഞങ്ങൾക്കൊന്നും നടത്താൻ പറ്റില്ല. അതുകൊണ്ട് വല്ലവരെയും വിളിച്ച് അവരുടെ തലയിൽ വെച്ചു കൊടുത്ത് അവരെയും കൂടി കുത്തുപാള എടുപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ആസ്ഥാന നയം. അതിനുവേണ്ടി ഞങ്ങളിത് വിളിച്ചിട്ടുണ്ട്, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാത്ത ഒരു കാര്യം, ഭരണം തീരാറായി. 10 വർഷം തുടർച്ചയായിട്ട് കിട്ടിയപ്പോൾ കുംഭകർണ സേവ നടത്തിയവർ ഭരണത്തിന്റെ അവസാന മാസങ്ങളിലാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കുന്നത്. ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അഥവാ താല്പര്യപത്രം ഇതൊന്ന് പരിശോധിക്കാനെങ്കിലും നിങ്ങൾക്ക് നേരം കിട്ടുമോ? ഇനി ആരെങ്കിലും തരുമോ എന്നുള്ളത് വേറെ വിഷയം. തന്നു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അതിനൊരു കൃത്യമായ മറുപടി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുമോ? അപ്പൊ എന്തിനാണ് ഈ നാടകങ്ങൾ കളിക്കുന്നത്? 10ാം വർഷത്തിൽ ഈ നാടകം എന്തിനാണ്? ജനങ്ങളെ പറ്റിക്കാനാണോ? ഇവിടെ അറ്റ് ദ ഹാർട്ട് ഓഫ് KMB സ്ട്രാറ്റജി, കേരള മാരിടൈം ബോർഡ് സ്ട്രാറ്റജി ഈസ് പോർട്ട് ലെഡ് ഗ്രോത്ത്, ബ്ലെൻഡിംഗ് ഗ്രീൻ ഫീൽഡ് ആൻഡ് ബ്രൗൺ ഫീൽഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ 10 കോടി രൂപയാണ് ഒരു ദണ്ണവുമില്ലാതെ ഖജനാവിലോട്ട് വന്ന ക്രൂ ചേഞ്ച്. അത് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടു പോകാൻ പാങ്ങില്ലാത്ത ആളുകളാണ് ഇനി ഞങ്ങളുടെ ഹൃദയത്തോട് അറ്റ് ദ ഹാർട്ട് ഓഫ് KMB സ്ട്രാറ്റജി. എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്കുള്ളത്? ഇവിടെ ക്രൂ ചേഞ്ച് മത്സരിച്ച് കപ്പലുകൾ വന്നുകൊണ്ടിരുന്നത് കണ്ടിന്യൂ ചെയ്യാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഒരു കോടതിയും കേസും വഴക്കുമായിട്ട് അത് ഇല്ലാതാക്കി. കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് പോയിരുന്ന് ഇത് സാധിച്ചെടുക്കണം. അതാണ് കഴിവ്. കേന്ദ്രം തരില്ല എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് ഇപ്പോ 450 കപ്പലെടുത്തത്. കേന്ദ്രം തരില്ല, സംസ്ഥാനത്തിന് വേണ്ട, കൊച്ചി മന്ത്രിക്ക് വേണ്ട, ആർക്കും വേണ്ടാതിരുന്ന ഒരു പദ്ധതിയിലാണ് ഇന്ന് 450 വമ്പൻ കപ്പലുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു പ്രോജക്റ്റ് വേണമെങ്കിൽ അത് നടപ്പാക്കണമെങ്കിൽ അതെങ്ങനെ വേണമെങ്കിൽ സെയിലിംഗ് കമ്മിറ്റി പറഞ്ഞുതരാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയുക. നടക്കില്ല, ഫയലുകൾ വലിച്ചെറിഞ്ഞ് ഒരു കാരണവശാലും നടത്തില്ല എന്ന് പറഞ്ഞ സാധനങ്ങൾ എങ്ങനെ നടത്തിക്കണം എന്നുള്ളതിന് ക്ലാസ് എടുക്കാം, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ. ദി KMB has 2 maritime institutes at Neendagara and Kodungalur. These are now open for private investments. നീണ്ടകരയുടെ എനിക്കറിയാം, ഒരു 7-8 നില പൊക്കമുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ്
അവിടെ തുരുമ്പെടുക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ വികസനം, കേരള മാരിടൈം ബോർഡിന്റെ വികസനം. The KMB's 4 functional non-major ports equipped with ISPS and ICP status are ready to handle international cargo and passenger operations. ഏതെങ്കിലും ഒരു പോർട്ടിൽ ഒരു ക്രൂയിസിംഗ് കപ്പൽ, അങ്ങ് കാസർഗോഡ് തൊട്ട് ഇവിടെ വരെ ഒരു ക്രൂയിസിംഗ് കപ്പൽ ഈ 10-75 വർഷമായി ഭരണം സ്വന്തം കീശയിലായിട്ട് ഒരാൾക്കെങ്കിലും ഇതൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? എന്തിനാണ് നിങ്ങൾ ജനങ്ങളെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊല്ലുന്നത്? നിങ്ങൾക്ക് ശമ്പളം കൃത്യമായി കിട്ടുന്നു, അത് കഴിയുമ്പോൾ ശമ്പളത്തിനേക്കാൾ വലിയ പെൻഷൻ കിട്ടുന്നു. ഇതിനൊരു 1% കൂറ് ഈ ജനങ്ങളോടും ഈ നാടിനോട് കാണിക്കണ്ടേ? ഇത്തരം പരസ്യങ്ങളും പ്രഹസനങ്ങളും നൽകി വീണ്ടും വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുകയാണ് നിങ്ങൾ. TRVയിൽ നിന്ന് ബ്യൂണസ് എയേഴ്സിലോട്ട് പോയ കപ്പൽ ഇതുവരെയും കണ്ടെയ്നർ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അത് തുടക്കത്തിൽ തന്നെ എത്ര ദിവസം ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് അടുത്തൊരു ഉടായ്പ, മൊത്തം ഉടായ്പും ഒടിയനും ഒക്കെയാണ്. നമ്മുടെ യൂട്ടേൺ മന്ത്രിയുടെ നാട്ടിൽ നിന്ന് വീണ്ടും ഒരു കണ്ടെയ്നർ തൂത്തുക്കുടിയിലോട്ട് എത്തി. ഞാൻ ഈ ദിവസവും വന്നതും പോയതും ഒന്നും പറയുന്നില്ല. ആകെ 71 ദിവസം വേണം കോൺസ്റ്റന്റ എന്ന് പറയുന്ന റൊമേനിയയിലെ പോർട്ടിലെത്താൻ. 71 ദിവസം. എവിടുന്ന പോയത്? കിൻഫ്ര. ആ കണ്ടെയ്നർ വല്ലാർപാടത്തോട്ട് തിരിച്ചുവിടാനുള്ള കഴിവ് പോലും ഇല്ലാത്തൊരു മന്ത്രിയാണ് യൂട്ടേൺ. അത് യൂട്ടേൺ എടുത്ത് വല്ലാർപാടത്തോട്ട് വിടണം, അല്ലാതെ ഇടപ്പള്ളിയിൽ പോയത് യൂട്ടേൺ ഉദ്ഘാടനം അല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ള മന്ത്രിയുടെ നാട്ടിൽ നിന്ന് 71 ദിവസം കൊണ്ടാണ് റൊമേനിയയിലെ കോൺസ്റ്റന്റ എന്ന് പറഞ്ഞാൽ കാഴ്ചവയ്പ്പുകൾ നടത്തി 71 ദിവസം എടുക്കും. ഇവിടെ 2 കപ്പലുണ്ട്. MSC മിയ, നമ്മുടെ ജെറ്റ് സർവീസ് തുടങ്ങിയ കപ്പൽ MSC മിയ ഇറ്റലിയിലെ ജിയോവോ ടെറോവോ എന്ന് തിരിച്ചു 26-ാം ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും. 26 എന്ന് പറഞ്ഞാൽ എന്താണ്? TRV ഇറ്റലി 26 ദിവസമാണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു 1000 നോട്ടിക്കൽ മൈലേ ഉള്ളൂ ഈ പറയുന്ന കോൺസ്റ്റന്റ എന്ന് പറയുന്ന പോർട്ടിലോട്ട്. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഒരു 30 അല്ലെങ്കിൽ 35 ദിവസം കൊടുത്താൽ പോലും വീണ്ടും കിടപ്പുണ്ട് 40 ദിവസം ബാക്കി. ഇനി രണ്ടാമതൊരു കപ്പൽ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്, അസ്യ പോർട്ട്, ടർക്കിയിലെ അസ്യ പോർട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. കലീന, MSC കലീന 26 ദിവസമാണ്. ആർക്കാണെങ്കിലും പരിശോധിക്കാം, 26 ദിവസമാണ്. അസ്യ പോർട്ടിൽ നിന്ന് അങ്ങ് മെഡിറ്ററേനിയന്റെ അപ്പുറത്ത് അസ്യ പോർട്ടിൽ നിന്ന് TRVയിലോട്ട് വരുന്ന 26 ദിവസം. അവിടെ നിന്ന് ഈ പറയുന്ന കോൺസ്റ്റന്റയിലോട്ട് വെറും 274 നോട്ടിക്കൽ മേലേ ഉള്ളൂ. 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം. അപ്പൊ 28-ാം ദിവസം വേണമെങ്കിൽ TRVയിൽ നിന്ന് കോൺസ്റ്റന്റയിലോട്ട് എത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളപ്പോഴാണ് ഈ പോർട്ട് ഒരു കാലത്തും ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച മന്ത്രിയുടെ നാട്ടിൽ നിന്നാണ് ഈ നാടകങ്ങൾ നമ്മൾ കാണുന്നത്. ഇവിടെ 71 ദിവസം. ഇവിടുത്തെ ഒരു കാർഗോ വളഞ്ഞ വഴിയിൽ കൂടിയൊക്കെ പോയി കോൺസ്റ്റന്റ എന്ന് പറയുന്ന പോർട്ടിലെത്താൻ 71 ദിവസം എടുക്കുമ്പോൾ ഇവിടെ 26-ഓ 28-ഓ ഇനി പോട്ടെ 30 ദിവസം, 30 ദിവസത്തിനകം എത്തിക്കാൻ കഴിയുന്ന പോർട്ടും കപ്പലുകളും ഉള്ള രാജ്യത്താണ് ഇപ്പോഴും ഗേറ്റ് തുറക്കാതെ ഈ കള്ളക്കളികൾക്കും നാടകങ്ങൾക്കും നിങ്ങൾ ചൂട്ടുപിടിക്കുന്നത്.